തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥിയും കണ്ടെത്തി. പ്രതി ഭവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത്. മറ്റൊരു പ്രതിയായ അനീഷയുടെ വീട്ടിലെ പരിശോധനയിൽ ആദ്യ കുട്ടിയുടെ അസ്ഥി കണ്ടെത്തിയിരുന്നു. ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞായിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിന്റെ പരിസരത്തുള്ള ഇവിടെ ഇപ്പോൾ നടന്നുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിന്റെ ബാക്കി ഇത് കിട്ടിയിട്ടുള്ളതാണ്. അത് അസ്ഥി ബോൺ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിക്കണം. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റു നടപടി ചെയ്യണം. അത് ഇന്ന് ഹാജരാക്കും. അത് ഇരിഞ്ഞാലട അത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. അല്ല, അത് വേറൊരു കാര്യത്തിന് നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇതിന്റെ ഭാഗത്ത് ഓക്കെയാണ്, എല്ലാം ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയുടെ വിവരങ്ങൾ നടരാജ് പരശുറാം നൽകും. നവജാത ശിശുക്കളെ കൊന്ന കേസിലെ പ്രതി ഭവിന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീടിന് സമീപത്തുള്ള തോട്ടിലാണ് തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കൊല ചെയ്ത ശേഷം മൃതദേഹം സൂക്ഷിച്ചത് എന്നാണ് ഭവിൻ മൊഴി നൽകിയിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഈ തോട്ടിന് സമീപം കുട്ടിയെ മറവ് ചെയ്തു എന്നായിരുന്നു ഇവരുടെ മൊഴി. ആദ്യത്തെ കുഞ്ഞിനെ അനീഷയുടെ വീട്ടിലാണ് കൊല ചെയ്തതിനു ശേഷം മറവ് ചെയ്തത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതശരീരമാണ് ഈ തോട്ടിന് സമീപം മറവ് ചെയ്തിരുന്നത്. അല്പസമയം മുമ്പാണ് ഫോറൻസിക് പരിശോധന പൂർത്തിയായത്. കുട്ടിയുടെ അസ്ഥി ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ അനീഷയുടെ വീട്ടിലും ഇത്തരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയിരുന്നു. ഇവിടെ ഈ പരിശോധനയ്ക്ക് വെല്ലുവിളിയായത് ഇതൊരു തോട്ടിൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മണ്ണിട്ട് വെള്ളം വരുന്നത് തടസ്സപ്പെടുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവ DNA പരിശോധനയ്ക്കായി അയക്കും എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. DNA പരിശോധന മാത്രമല്ല, ഫോറൻസിക് പരിശോധനയും ഇക്കാര്യത്തിൽ നടക്കും. എന്തായാലും കേസിൽ താൻ യൂട്യൂബ് നോക്കിയാണ് പ്രസവം നടത്തിയത് എന്ന് അനീഷ മൊഴി നൽകിയിട്ടുണ്ട്. നമ്മളൊപ്പം വാർഡ് മെമ്പറുണ്ട്. ചേച്ചി, ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണോ നിങ്ങളുടെ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ നടന്നതായിട്ട്? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥ തോന്നി. തെളിവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് കിട്ടിയതെന്ന് അറിയാമോ? ബോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഉണ്ടായില്ല, പിന്നെ ഞാൻ കണ്ടിരുന്നു. കിട്ടിയിട്ടുണ്ട്, തെളിവ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും DNA പരിശോധന ഉൾപ്പെടെ പോലീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നടക്കും. വൈകിട്ടോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇരിങ്ങാലക്കുട കോടതിയിലാകും ഹാജരാക്കുക. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.